മൂന്നാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഇതെഴുതി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ ഇതിന്റെ ചരിത്രഭാഗം കാണാം. ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ മകനിൽ നിന്ന് നേരിട്ട അപ്രതീക്ഷിത എതിരുകൾ താങ്ങാവുന്നതിലും അധികമായിരുന്നുവെന്ന് 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ദൈവാശ്രയം കൊണ്ട് നേരിടുക എന്ന ശക്തമായ ആത്മീക പാഠം ദാവീദിന്റെ സങ്കീർത്തനങ്ങളുടെ തന്നെ ശ്രേഷ്ഠതയായി കണക്കാക്കാം. ഇന്നെന്നെ കേൾക്കുന്നവരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നോ സ്വന്തം സമൂഹത്തിൽ നിന്നോ എതിർപ്പുകളോ ഉപദ്രവങ്ങളോ നേരിടുന്നവർ ഉണ്ടെങ്കിൽ ഈ സങ്കീർത്തനം വായിച്ച് കർത്താവിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപൈതലിന് ദൈവത്തിൽ പോലും രക്ഷയില്ല എന്ന് പറയുവാൻ സാത്താന്റെ അനുചരന്മാർക്ക് ധൈര്യം വരികയുള്ളൂ. എന്നാൽ ഒരു വിശ്വാസിക്ക് ദൈവം പരിചയവും മഹത്വവും തല ഉയർത്തുന്നവനുമാകും. മറ്റുള്ളവർ വിചാരിച്ചാൽ താഴുന്നതല്ല ഒരു ദൈവപൈതലിന്റെ ശിരസ്. അവരുടെ ശ്രമങ്ങൾ വൃഥാവായി പോകും. എന്നാൽ ദൈവം നമ്മുടെ തല ഉയർത്തുന്നവനാകിയാൽ ദൈവം മുമ്പാകെ നാം വിനയപ്പെടുക. ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന പുതിയ നിയമ നിർദ്ദേശം ഇവിടെ നമുക്ക് ഓർക്കാവുന്നതാണ്. തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരം അരുളുന്നവനാണ് ദൈവം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു എന്ന് നാം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. 1000 പേർ എതിരായാലും, അതായത് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ പോലും ഒരു വിശ്വാസിക്ക് സമാധാനമായി ഉറങ്ങുവാൻ കഴിയും. തന്റെ പ്രിയന് അവൻ ഉറക്കം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു സങ്കീർത്തന ഭാഗമുണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരുവന് ദൈവത്തിൽ സ്വസ്ഥത കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്ന ഒരുവന് ജീവിതത്തിലും സമാധാനം കണ്ടെത്തുവാൻ കഴിയും. നാം കണ്ടെത്തുന്ന രക്ഷ ദൈവത്തിന്റെ രക്ഷ തന്നെയാകട്ടെ. കാരണം രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു.